അബി രാധാമണിയോട് പറയാണ്, നിങ്ങൾ വിളിച്ചാൽ മാത്രമേ ഇവള് ഉണരൂ. ഓർമ്മ വെച്ച കാലം മുതലേ അനാഥ എന്ന ലേബലിൽ വളർന്ന ആളാണ് ജാനകി. അവൾക്കൊരമ്മയുണ്ടെന്ന് അറിഞ്ഞതു മുതലേ അവൾ എന്നെയും മോളെയും വരെ മറന്നു. നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾക്ക് ദൈവം കൊടുത്തത് സങ്കടം തന്നെ. പ്രതികരിക്കാത്ത മിണ്ടാത്തൊരമ്മ. നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും അവളെ മോളെ എന്ന് വിളിക്കാൻ സാധിച്ചോ? മോളെ എന്നൊന്ന് വിളിക്ക്. ഇനി ഞാൻ എന്ത് ചെയ്യണം പറ? എൻ്റെ അവസാനത്തെ പ്രതീക്ഷയാണ് നിങ്ങൾ വന്ന് മോളെ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജാനകി ഉണരുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ. നിങ്ങൾക്ക് മാത്രം മോളെ എന്നൊന്ന് വിളിക്കൂ. എനിക്ക് ജാനകി ഒന്ന് തിരിച്ചാ. ഈ ജന്മം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കും. എത്ര പറഞ്ഞിട്ടും രാധാമണി അങ്ങനെ വിളിക്കാതെ കാണുമ്പോൾ അബി ചോദിക്കും, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളുടെ മകളല്ലേ ഇവള്? നിങ്ങളല്ലേ ഇവളെ പ്രസവിച്ചത്? മേരിക്കുട്ടിയമ്മ പറഞ്ഞു നിങ്ങൾ പ്രസവിച്ച മകളാണ് ജാനകിയെന്ന്. നിങ്ങളല്ല ഇവളെ പ്രസവിച്ചത്. ജാനകി നിങ്ങളുടെ മകളുമല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇവളെ മോളെ എന്ന് വിളിക്കാൻ പറ്റും? വിളിക്കണ്ട, നിങ്ങൾ വിളിക്കണ്ട. ഇവള് നിങ്ങൾക്ക് ആരുമല്ല. അബിയുടെ വിഷമം കൊണ്ട് ഓരോന്നിങ്ങനെ പറയാണ്. നിങ്ങൾ ഇവളുടെ ആരും അല്ലെങ്കിലും കുറേ കാലം നിങ്ങളെ സ്നേഹിച്ചു കൊണ്ട് നടന്നതല്ലേ, അതിൻ്റെ നന്ദിയായിട്ടെങ്കിലും മോളെ എന്നൊന്ന് വിളിക്കാമോ? ഇതൊക്കെ കേട്ടിട്ട് രാധാമണി ഇങ്ങനെ കരയല്ലാതെ ഒന്നും മിണ്ടില്ല. വിളിക്കണ്ട, അവൾക്ക് ഞാനുണ്ട്. ഞാൻ നോക്കിക്കോളാം അവളെ. ഞങ്ങൾക്കാരും വേണ്ട, ആരും. അതും പറഞ്ഞ് അബി അവിടുത്തെ കടലാസൊക്കെ എടുത്ത് എറിയാണ് ഒരു ഭ്രാന്തനെ പോലെ. അബി ഒരു മൂലയ്ക്കിരുന്ന് കരയാണ്. ആ സമയത്ത് രാധാമണി മോളെ, എൻ്റെ പൊന്നു മോളെ എന്ന് വിളിച്ച് കരയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അബിക്ക് സന്തോഷമാവും. മോളെ, നിൻ്റെ അമ്മ വന്നു മോളെ, നീ അമ്മയെ കാണുന്നില്ലേ? ജാനകിയിലൊരു അനക്കം കാണുമ്പോൾ അബി പറയും, അമ്മേ വിളിക്കമ്മേ. രാധാമണി പിന്നെയും വിളിക്കും. അബി പറയും, ജാനകി സംസാരിക്കേ, നിൻ്റെ അമ്മ നിന്നെ മോളെ എന്ന് വിളിച്ചേ കേട്ടില്ലേ? ജാനകി കണ്ണ് തുറന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മ അമ്മ എന്നിങ്ങനെ പറയും. ജാനകി അമ്മയെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അബിക്ക് വലിയ സന്തോഷമാവും. ജാനകി അബിയേട്ടാന്ന് വിളിക്കും. അബി അടുത്തേക്ക് ചെല്ലുമ്പോൾ ജാനകി ചോദിക്കും, ഞാനിത് എവിടെയാന്ന് ചോദിക്കും. അബി പറയും, നീ എവിടെ പോകാനാ, നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അബി രാധാമണിയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറയും, അവൾക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടി. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ അമ്മയെ വേണ്ടത്? കുറച്ചു മുൻപ് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, നിങ്ങളെൻ്റെ ദൈവമാണെന്ന്. നിങ്ങളുടെ ആ തലോടൊരു ശബ്ദമാണ് ജാനകി എനിക്ക് തിരിച്ചു തന്നത്. അതും പറഞ്ഞ് അബി രാധാമണിയെ നോക്കി കൈകൂപ്പി നിൽക്കുകയാണ്. ഡോക്ടർക്കും ഈ കാര്യം വലിയ സന്തോഷമാവും. കൂടെയുള്ള ഡോക്ടറോട് പറയും, നമുക്കിതിലൊരു പങ്കുമില്ല, അഭിറാമിനാണ് ഇത് സാധിച്ചത്. ഡൽഹി യാത്ര ക്യാൻസൽ ചെയ്തേക്ക്, ഞാനെന്ന് അവരെ കാണട്ടെ എന്ന് പറയും. ജാനകി അമ്മയോട് പറയും, അമ്മ എന്തെങ്കിലും പറയാമെന്ന് പറയും. അമ്മ പറയും, എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല മോളെ. ഡോക്ടർ അവിടെ വന്ന് പറയും, ഞാനെല്ലാം അറിഞ്ഞു. ജാനകി എന്ന് വിളിക്കും. അബിയോട് പറയും, അഭിറാം ഒഴുക്കിയ കണ്ണീരിന് ജാനകിയുടെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു. ഇത് അബി അതിലൂടെ നേടിയെടുത്ത നേട്ടമാണ്. ഇനി അബി പേടിക്കണ്ട. വൈദ്യശാസ്ത്രം ജാനകിയെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ജാനകി അധികം സംസാരിക്കേണ്ട കേട്ടോ. മയക്കം തോന്നുമ്പോഴൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുക. അമല് പുറത്തുനിന്ന് സക്കീർ ഭായിയോട് പറയും, അബിയേട്ടൻ പറഞ്ഞതാവും സത്യം. അവർ സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നോക്കി നിന്നിട്ടേ ഉണ്ടാവുള്ളൂ. സക്കീർ ഭായി പറയും, അബി ഇതുവരെ അവരെ കൊണ്ടുവരാതിരുന്നത് തന്നെ അതറിയാവുന്നത് കൊണ്ടാണ്. പുറത്തേക്ക് വരുന്ന അബി കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അമല് പറയും, അബിയേട്ടൻ കരയാതെ, എന്താ ഉണ്ടായതെന്ന് ചോദിക്കും. അബി സന്തോഷത്തോടെ പറയും, ജാനകി ഉണർന്നു, ജാനകി തിരിച്ചു വന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സക്കീർ ഭായിക്കും അമലിനും വലിയ സന്തോഷമാവും. സക്കീർ ഭായിയോട് പറയും, സക്കീർ ഭായിക്ക് ഇനി ജാനകി കാണാം, ആ പഴയ ജാനകിയെ തന്നെ കാണാം. സക്കീർ ഭായി സന്തോഷത്തോടെ ജാനകി കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോവാണ്. പുറത്ത് വന്ന് ഡോക്ടർ അബിയെ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. അമല് പറയും, അബിയേട്ടാ ഇനി ജാനകി എഴുതി നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവും. രാധാമണി ജാനകിയോട് പറയും, നീ എന്നെ ആദ്യം കണ്ടതൊന്നും എനിക്കിപ്പോഴും അറിയില്ല, എനിക്കിങ്ങനെ ഒരു മോളുള്ളത് പോലും ഓർമ്മയില്ല എന്നൊക്കെ പറയും. ഇനി എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ മോളോടൊപ്പം ഉണ്ടാവും. ഞാൻ അനുഭവിച്ചതൊക്കെ ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടിയാണ് മോളെ. ജാനകി മേരിയമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ രാധാമണി ഇങ്ങനെ ഓർത്തു നോക്കും. രാധാമണി ചോദിക്കും, എവിടെ മേരിയമ്മ? മേരിയമ്മ ഇവിടെ ഉണ്ടോ? മേരിയമ്മ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഓർഫനേജിലേക്ക് മേരിയമ്മയ്ക്കൊന്ന് പോകേണ്ടി വന്നു. അമ്മ സംസാരിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മേരിയമ്മയ്ക്ക് അതിലും വലിയ സന്തോഷം ഇനി ഉണ്ടാവില്ല. മേരിയമ്മയെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം അമ്മേ.